ബി.ജെ.പി ഫണ്ട് തട്ടിപ്പിൽ കോർ കമ്മിറ്റിയിൽ വൻ വിമർശനം. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന വി. മുരളീധരൻ. തട്ടിപ്പ് നടത്തിയത് എസ്. സുരേഷിന്റെ ആളുകളാണെന്ന് മുരളീധരൻ. തൃശൂരിലെ കോടികൾ എങ്ങോട്ട് മാറ്റിയതെന്നറിയണമെന്ന് ബി. ഗോപാലകൃഷ്ണൻ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. വിജിൻ, എങ്ങനെയായിരുന്നു കോർ കമ്മിറ്റി യോഗത്തിൽ ഓരോ അംഗങ്ങളുടെയും നിലപാട്? വിരിശ, തട്ടിപ്പ് പുറത്തു വന്നതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കോർ കമ്മിറ്റി യോഗം ചേർന്നത്. അതിശക്തമായ വിമർശനമാണ് വി. മുരളീധരൻ പക്ഷം നേതൃത്വത്തിനെതിരെ ഉയർത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. സംസ്ഥാന ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ ഫണ്ട് തട്ടിപ്പിൽ എസ്. സുരേഷ് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് കൈയൊഴിയാൻ കഴിയില്ല എന്നുള്ളതാണ് വി. മുരളീധരൻ വിമർശനമായി ഉന്നയിച്ചത്. തട്ടിപ്പ് നടത്തിയത് സുരേഷിന്റെ ആളുകളാണ്. അവരെ ആ സ്ഥാനത്ത് നിയമിച്ചതും സുരേഷാണ്. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സുരേഷിനെ മാറ്റണം എന്നുള്ള ആവശ്യമാണ് വി. മുരളീധരൻ ഉന്നയിച്ചത്. ഒപ്പം തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ക്രമക്കേടിനെതിരെ ശ്രീലേഖ തന്നെ നേരത്തെ പരാതി നൽകിയതാണ്. പക്ഷേ ആ പരാതി ആവശ്യമുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. മണ്ഡലം ചാർജായിട്ടുള്ള നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോമനെതിരെയായിരുന്നു പരാതി. അത്തരം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പരാതി ഉണ്ടായിട്ടും പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ചത് ലജ്ജാകരമാണ് എന്നുള്ളതാണ് വി. മുരളീധരൻ പക്ഷം ആരോപിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ ഇല്ലാതാകുമെന്ന് ബി. ഗോപാലകൃഷ്ണനും ഈ വിമർശനമായി ഉന്നയിച്ചു. ഒപ്പം തന്നെ തൃശൂരിൽ പണം മാറിയ സംഭവം, അത് വെളിപ്പെടുത്തൽ ഉൾപ്പെടെ ഉണ്ടായതാണ്. തൃശൂരിലേക്ക് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്തിച്ച പണം അത് എങ്ങോട്ട് പോയി എന്ന് നേതൃത്വം മറുപടി പറയണം എന്നുള്ളതാണ് ബി. ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. ഇൻകം ടാക്സ് റെയ്ഡിന്റെ പേരിൽ ഫണ്ട് മാറ്റാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. പാർട്ടിയുടെ ഫണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും ആരോപണ വിധേയനുമായ സോമൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ സുരേന്ദ്രനെതിരെ ഉൾപ്പെടെ ആരോപണമുണ്ടായ ഘട്ടത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നായിരുന്നു പ്രതിരോധിച്ചത്. പക്ഷേ ഇത്തവണ തങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പ്രതിരോധവും പാർട്ടി തീർത്തില്ല. രാഷ്ട്രീയ എതിരാളികൾക്ക് തങ്ങളെ എറിഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളതായിരുന്നു സോമന്റെ വാദം. എന്നാൽ സോമന് മറുപടിയുമായാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത്. കഴിഞ്ഞ തവണ പാർട്ടിയാണ് പ്രതിരോധത്തിലായത്. ഇത്തവണ എല്ലാവരും ചേർന്ന് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ മറുപടിയായി പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും കൂടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നുള്ളതാണ്, നടപടി ഉണ്ടാകും എന്നുള്ള സൂചനയാണ് നിലവിൽ കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും രൂക്ഷമായ വിമർശനം വി. മുരളീധരൻ വിഭാഗം ഉയർത്തി. നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട വാർത്തകൾ ഉൾപ്പെടെ രേഖകൾ ഉൾപ്പെടെ വിമർശനമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. ദിനിഷ.